നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടർ സൗബിനിക്കയാണ്. അപ്പൊ സൗബിനിക്കൊക്കെ എന്താണോ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. കൂട്ടില്ലാട്ടാ, ഞാൻ കൂട്ടില്ല. എന്തായാലും ഞാൻ കൂട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ആദ്യത്തിനകത്ത് 4 നായകന്മാരാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മുടെ നീരജ് ഇപ്പൊ മറ്റേ എന്താണ് അതിന്റെ പേര്, നഞ്ചക്കൊക്കെ വെച്ച് ഇങ്ങനെ കാണിച്ചില്ലേ, അതുപോലെ എനിക്കൊരു സാധനം ഉണ്ട്, സൈക്കിളിലെ ചെയിൻ ഒരടി. പക്ഷെ ആ സമയത്ത് ചെയിൻ കിട്ടാണ്ടായി. പിന്നെ എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റും കുറെ കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അല്ല ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ് ഞാനിപ്പോ 4ാമത്തെ നായകനായിട്ടൊക്കെ കുഴപ്പമില്ല. RDX 2ാം ഭാഗത്തിൽ ഞാനായിരിക്കും ലീഡ് റോൾ ചെയ്യണം. അത് കുഴപ്പമില്ല. അല്ലേടാ, തരില്ലേ? അതെന്താണ് തരണോട്ടാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തന്നത്, വില്ലനായിട്ട് ഇപ്പോ ഇവിടെ വിഷ്ണു തകർത്ത് അഭിനയിച്ച് കുറെ വില്ലന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ പോൾസന്റെ ചേട്ടൻ ജെയ്സന്റെ ചേട്ടൻ ജിംസൺ എന്ന് പറഞ്ഞ വേറൊരു റോൾ ഉണ്ടായിരുന്നു, 3ാമത്തെ ആള്. അതാരാന്നറിയാവോ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. എന്റെ അടുത്ത് നഹാസ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ടോം ചാക്കോ സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്ക് ഒരു റോള് കൊടുക്കാന്ന് പറഞ്ഞാ ഇവിടെ എന്താ പരിപാടി? RDXന്റെ സക്സസ് സെലിബ്രേഷൻ RDX ആൾക്കാരൊക്കെ പ്രൊഡ്യൂസറൊക്കെ RDXന്റെ സക്സസ് സെലിബ്രേഷൻ അലമ്പാക്കരുത്. നമുക്ക് പാർട്ടിക്ക് പോവാം. പാർട്ടി ഉണ്ട്, വേഗം പോവാം. കാണാം. താങ്ക് യു. ഇനി ഞങ്ങൾക്ക് വളരെ പ്രൗഡ് മൊമെന്റ് ആണ് അത്. ഈ വേദിയിൽ തന്നെയാണ് എടുത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് മിമിക്രി, ഒരുപാട് താരങ്ങളൊക്കെ ഒരു കാലത്ത് ഞങ്ങളുടെ അടുത്ത സുഹൃത്തും കൂടെയാണ്. ഇവിടെ ഈ ഫ്രണ്ടിൽ തന്നെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദർശ് കുമാരൻ. അദ്ദേഹത്തെ നല്ലൊരു വരാതിരിക്കാൻ പറ്റില്ല, ധൈര്യമായിട്ട് വരണം. ഞങ്ങൾ എന്തായാലും വിളിക്കും. ആള് ഒരുപാട് താരങ്ങളൊക്കെ ഇതില് റൈറ്റർ സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അത് നമുക്കറിയാം. ആർച്ചേട്ടാ, ഞങ്ങളൊന്നും പറയുന്നില്ല, എന്തെങ്കിലും ഒരു ഈ സക്സസ് സെലിബ്രേഷനിൽ ഏതെങ്കിലും. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് അജു വർഗീസ് എനിക്ക് വളരെ ഫേവറേറ്റ് ആണ്. അജു വർഗീസിനെ കാണിച്ച ഒരു ചിലപ്പോൾ ഓടിക്കും. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് വേദികളിൽ ഞങ്ങൾ പങ്കിട്ടിട്ടുള്ളതാണ്. അവരെ ഇവിടെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വളരെ പ്രൗഡായിട്ട് തോന്നി. ഞാനും ഇതുപോലത്തെ പ്രോഗ്രാംസിനൊക്കെ നേരത്തെ ഒരുപാട് ഷോസ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്ന് ചെയ്യണ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പഴയ കാലത്തിലേക്കൊക്കെ പോയ പോലെ തോന്നി. ഇന്ന് അജു വർഗീസിനെ മാറ്റി പിടിക്കാം. ഞാനൊന്ന് വേറെ സുരേഷ് ഏട്ടൻ ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും? ഇത് വെറുതെ സ്പോട്ടിലടിക്കണയാണ്. സുരേഷ് ഗോപി, നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടൻ ഇന്ന് ഇവിടെ വന്ന് RDXന് ഇപ്പൊ നേരത്തെ ബാലചേട്ടൻ വന്ന പോലെ സുരേഷ് സാറാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാമോ? ബാലയായിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ RDXന്റെ ഈ സെലിബ്രേഷൻ, നമ്മുടെ ആക്ഷൻ കിങ്, നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനാണ്. നല്ലൊരു കൈയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സുരേഷ് ഏട്ടൻ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ. ശരിക്കും ബാല